ഹലോ ഗൈസ്, കുറച്ചേ പറയാനുള്ളൂ, അധികം പറയാൻ താല്പര്യമില്ല. ഇന്ത്യൻ 2 നല്ല 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 മെനകെട്ട പടം, വെറുത്തുപോയി പടം. സംഭവം സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ കോമഡി ആയിട്ടുണ്ട്, നല്ല രീതിക്ക് കോമഡി ആയിട്ടുണ്ട് പടം. കമൽഹാസൻ നല്ല കോമഡി പീസായിട്ടുണ്ട്. നമ്മൾ വിക്രത്തിലും കൽക്കിയിലേക്ക് കണ്ട് നമ്മളാകെ കോരിത്തരിച്ചിരിക്കണായിരുന്നു. കമൽഹാസൻ എന്ന് പറഞ്ഞാൽ എന്തെടുത്ത് പിന്നെ ഇവിടെ പണ്ടത്തെ പടങ്ങളൊക്കെ ഇരുന്ന് കുത്തിരുന്ന് തേവർ മകൻ, മഹാനദി, പിന്നെ മറ്റേ ഗുണ അതൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പുള്ളിയുടെ പടങ്ങൾ നേരത്തെ കാണൂലായിരുന്നു. പക്ഷെ ഇപ്പം കാണുന്നത് ആളവന്താൻ, മറ്റേ ഹേറാം, മറ്റേ വേറെ സിനിമ ഉണ്ടല്ലോ, എൻ്റെ പേരെന്തായിരുന്നു, വേട്ടയാട് വിളയാട്, അതൊക്കെ കണ്ട് എൻ്റെ പൊന്നു ആ ഒരു രീതിയിൽ. പിന്നെ കുരുതിപ്പൊഴിലെന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടു. എൻ്റെ പൊന്നെ, അതൊക്കെ വിഷയം പടമാണ്, പണ്ടത്തെ പുള്ളിയുടെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴേ ഇറങ്ങിയ സംഭവം വിക്രം, കൽക്കിയിലൊക്കെ പുള്ളി, പിന്നെ വരാൻ പോകുന്ന പടങ്ങൾ, നമ്മുടെ തഗ് ലൈഫ്, അതൊക്കെ കണ്ട് ഇതിനാ കമൽഹാസൻ്റെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പടം എന്തിന് ഇത് അന്നേരം മുടങ്ങിപ്പോയപ്പോൾ അങ്ങോട്ട് മുടക്കി വിട്ടാൽ മതിയായിരുന്നു ഈ സിനിമ. എനിക്ക് ഇന്ത്യൻ 3യുടെ ട്രെയിലർ നൈസായിരുന്നു കേട്ടോ, അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ത്യൻ 2 ഇത്രയ്ക്കും മെനകെട്ട പടം, അത് എനിക്ക് സങ്കടമായി. എന്ന് വെച്ചിട്ടുണ്ടല്ലേ, ശങ്കറിൻ്റെ സിനിമയാണ് ഇതെന്ന് പറയാനായിട്ടാണ് സങ്കടം വന്നു. ഇത്ര കഥപ്പതിച്ചു പോയെന്ന് തോന്നിപ്പോകുന്ന എന്തുമാത്രം നല്ല സിനിമകൾ കൊടുത്ത ഡയറക്ടറാണ് ഇത്. ഇത്രക്ക് കച്ചറ ഇതിൽ അത്രക്ക് ദേഷ്യമുണ്ട്. ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടൊരു റിവ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രക്ക് കച്ചറായിട്ട് ചെയ്തൊരു സിനിമ. കാരണം ഇന്ത്യൻ 1 കണ്ടില്ലേ, എത്ര പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഒരു 19 മേലെ സിനിമയായിരുന്നു കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സീനുകളൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്ന ഒരാളാണ്. ആ ഒരു ഇന്ത്യൻ സേനാപതി എന്നൊരു ക്യാരക്ടറിനെ ഇതിൽ കൊണ്ടുവന്ന് കോമാളിയാക്കി, എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ അടുത്ത് കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ലെവലിൽ കൊണ്ട് എത്തിച്ചു പുള്ളി. ആ ഒരു ഒറ്റ 2 വീലുള്ള സാധനത്തിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ സഹിക്കൂല. നെട്ടുപൊടി വേണുവിനെ എന്തിനാണ് ആ പാവം മഹാനടൻ മരിച്ചു പോയാൽ ആ മനുഷ്യനെ വെറുതെ വിടില്ല. ആ ഫസ്റ്റ് സീനിൽ കാണിച്ചിട്ട് അവസാനത്തെ സീനിൽ കാണിച്ച് വിടാന്നേ ഉള്ളൂ പുള്ളീനെ പിന്നെ AI കൊണ്ടുവന്ന് എന്തൊരു ദുരന്തം AI ആണത്. AI മുഖം ക്രിയേറ്റ് ചെയ്തേക്കണേ, നശിപ്പിച്ച് കളഞ്ഞ്. വിവേകിൻ്റെ AI എന്തെന്നാണത്, എന്താണൊക്കെ അട്ടിക്കൂട്ടി, ഇതാണ് AI മുഖം കൊണ്ടുവന്ന് വേണ്ടായിരുന്നു. ആ സീനൊക്കെ കട്ട് ചെയ്ത് ആദ്യത്തെ 2 സീൻ നല്ല ഒരു അഭിനയിച്ച സാധനങ്ങളൊക്കെ കാണിച്ച് വിട്ടാൽ മതി. പിന്നെ AI കൊണ്ടുവന്ന് ഇത്രയും വലിച്ചു നീട്ടി ഒന്നും പറയാനില്ല ഗൈസ്. അത്രയ്ക്ക് വിഷമമുണ്ട് ഈ ഒരു സിനിമ കണ്ടിട്ട്. കുറേ പറയാനുണ്ട് ഈ ഒരു ദുരന്ത പടത്തിനെ കുറിച്ച്. ഞാൻ പക്ഷേ ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ട് അടിപൊളിയാണ്. എന്നാൽ പിന്നെ ഇത് അങ്ങനെ ആദ്യം ഇറക്കിക്കൂടായിരുന്നു. എന്തിനാണ് ഈ പറയണില്ല ഞാനൊന്ന്. അത് നല്ല അടിപൊളിയാണ്, ആ ഒരു വിഷ്വലൊക്കെ അടിപൊളിയായിരുന്നു ആ പണ്ടത്തെ കാലത്ത്. ഇനി അതെന്ത് ദുരന്തം ഇതുപോലെ കാട്ടിക്കൂട്ടി കമൽഹാസൻ്റെ വില കളയും. 2025 ആകെ. അപ്പം പൊന്ന് കമൽഹാസ ചെയ്യുമ്പോൾ അറിയാമില്ലേ ഇത് പടം പൊട്ടോന്ന് അറിയാമായിരുന്നല്ലോ. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാമായിരുന്നില്ലേ. ഇതിൽ നമ്മൾ 3 മണിക്കൂറൊക്കെ ചില സംഭവങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയാൽ പോലും ഒരു ആവറേജ് പടമൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ അതൊന്നും ശങ്കർ ചെയ്തില്ല. ഞാൻ എഡിറ്റ് ചെയ്തൊന്നും കളയുന്നില്ല, എനിക്കതിനുള്ള സമയമില്ല. ഞാൻ ഇത് മുഴുവത്തോടെ നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് കാണും, 3 മണിക്കൂർ നിങ്ങൾ അനുഭവിക്കണമെന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് തന്നതാണ് ഈ ഒരു സിനിമ. പണ്ടത്തെ സിനിമകൾ പുള്ളിയുടെ ജെന്റിൽമാൻ്റെ ടൈമിൽ ഇറങ്ങിയ ഒരു സംഭവമില്ലേ, ആ ഒരു അതേപോലത്തെ മേക്കിങ്ങൊക്കെ ഇതൊക്കെ ഔട്ട്ഡേറ്റഡായി സാധനമൊക്കെ. ഇത് വേറെ ആരെങ്കിലും ഈ ദുരന്തം കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ നല്ല പടം എന്ന് പറയാൻ ശങ്കർ ചെയ്യുമ്പോഴാണ്. കാരണം SS രാജമൗലി, നാഗാശ്വിനൊക്കെ പിന്നെ വേറെ ഡയറക്ടേഴ്സൊക്കെ കിഡിലിനായിട്ട് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിറ്റ് മേക്കറായിട്ടുള്ള ശങ്കർ സാധനം
ചെയ്ത് പുള്ളി ഔട്ടായി, ഫീൽഡ് ഔട്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ സിനിമ. ഇനി ഇന്ത്യൻ 3 വല്ല ഗെയിം ചേഞ്ചറിലൊക്കെ എന്ത് സാധനമാണ് ചെയ്യാൻ പോണെന്ന് അറിയാൻ പറ്റില്ല. ഇതിനൊക്കെ 3 വേറെ സംവിധാനം കൂടി വേറെ സീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് പുള്ളീനെ. എന്ന് വെച്ചാൽ പുള്ളി ഗെയിം ചേഞ്ചറിൻ്റെ തിരക്കായതുകൊണ്ട്. ഇനി അത് കാരണം പറ്റിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ കഥ ശോകമാണ്, ഇതിലെ ശോകമാണ്. ചില സീൻസൊക്കെ പുള്ളി കറപ്ഷനെ കുറിച്ച് പറയുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ്. അത് കറക്റ്റായിട്ടൊന്ന് സ്പൂൺ ഫീഡ് തന്ന് വിട്ടാൽ മതിയാണ്. പുള്ളി അതിൽ കൂടി മറ്റേ ഒരു പണ്ടത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയോ അൺലിമിറ്റഡ് സംഭവമൊക്കെ വന്ന സമയത്തുള്ള ടൈപ്പ് കഥ എന്ന് വെച്ചാൽ അന്ന് ഷൂട്ടിങ് തുടങ്ങിയായിരുന്നു ഈ സാധനം. എനിക്ക് തോന്നുന്നു ആ ടൈമിലൊക്കെ ആയിരുന്നു തോന്നുന്നു. 2018 അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കൊറോണയൊക്കെ വന്ന ആ ഒരു ടൈമിലുള്ള ടെക്നോളജിയൊക്കെ അപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ്, കാരണം നമ്മൾ ഒറ്റ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യണം, ഗ്യാപ്പിട്ട് ഷൂട്ട് ചെയ്യണം, ഈ പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നു ധ്രുവ നക്ഷത്രത്തിനും ഇത് തന്നെ സംഭവിക്കാൻ വേണം. അന്നത്തെ സമയത്ത് ഇറങ്ങിയെങ്കിൽ അത് അന്നത്തെ ട്രെൻഡിനെ പറ്റിയാണ്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ട്രെൻഡ് ഔട്ടാവും. പക്ഷേ ഇന്ത്യൻ 1 എന്ന് പറഞ്ഞ സിനിമ അത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും ട്രെൻഡ് അത് വിടില്ല. കാരണം അത് ഐക്കോണിക്, അത് കൾട്ട് ക്ലാസിക് സാധനം തന്നെയാണ്. അങ്ങനത്തെ സിനിമകൾ ഭയങ്കര റെയർ. അതൊക്കെ ഇനി ശങ്കർ വിചാരിച്ചാൽ പോലും അതേപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി അന്നേരം ചെയ്യുമ്പോൾ ടീനേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ജീവിച്ച് വന്ന് അഴിമതികളെ കണ്ട്, അപ്പോൾ പുള്ളി കൊടുക്കുന്ന ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ യങ്സ്റ്റേഴ്സ് കൊടുക്കുന്ന ഒരു ഫ്രഷ്നെസ്, ആ ഒരു സംഭവം പുള്ളിക്ക് ഇപ്പോൾ ഒരു 60ഓളം വയസ്സായി, 64 വയസ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ ഏജും കൂടി കാണാം. അപ്പോൾ 64 വയസ്സുള്ള ഒരാളുടെ ചിന്തകളും അത്തരത്തിലുള്ളതായിരിക്കും. ഇപ്പോൾ ജെയിംസ് ക്യാമറിന് വരെ അങ്ങനത്തെ അവതാർ 2 അങ്ങനത്തെ സീൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഏജ് പ്രോബ്ലംസിൻ്റെ സംഭവങ്ങൾ കൂടുതലായിട്ട് വരും. കാരണം നമ്മുടെ ചിന്തകൾ അവരുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒപ്പം വരത്തില്ല. അത് എത്ര ഇതായാലും, അത് എത്ര കൾട്ട് സംവിധായകനായപ്പോലും ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, നമ്മുടെ ആ പേര് അവിടെ നിലനിൽക്കും. അല്ലാതെ ഇതുപോലെ അപരാധങ്ങൾ പടച്ചു വിട്ടാൽ തന്നെ ഇങ്ങനത്തെ സീനുകളുണ്ടാകും. പക്ഷേ ഇതിലൊന്നും പെടാത്തൊരാളെ ഞാൻ പറഞ്ഞുതരാം. മണിരത്നം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിനെക്കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. പുള്ളി അത്യാവശ്യം ശങ്കറിനെക്കാൾ നല്ല ഏജ് ഉണ്ട്. പക്ഷെ പുള്ളി ചെയ്യുന്ന പടങ്ങൾ, പുള്ളി എന്തുകൊണ്ട് വയസ്സാൻ കാലത്താണ് ഓക്കെ കൺമണി അങ്ങാണ്ട് ചെയ്തത്. അപ്പോൾ പുള്ളിയൊക്കെ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നൊരു സംവിധായകനാണ്. പുള്ളി മൗനരാഗം എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു പടമുണ്ട്, 80s ഇറങ്ങിയൊരു പടം. അന്നേരത്തെ ഒരു ലവ് സ്റ്റോറി, ഒരു സംഭവം ആ ഒരു 80s ജനറേഷന് 90s ജനറേഷന് കൊടുത്തൊരു പടമുണ്ട് റോജ. പിന്നെ 2K കിഡ്സിന് കൊടുത്തൊരു സാധനമുണ്ട്. നമ്മുടെ 2K കിഡ്സിന് 2000 വന്നു കഴിഞ്ഞപ്പോൾ അലൈപ്പായത് എന്നൊരു സാധനം വന്നു. 2010 കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2010 അടുത്ത് രാവൺ വന്നു. അത് വേറൊരു സംഭവമാണ്. എന്നാൽ പോലും 2015 ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ കൺമണി വന്നു. അപ്പോൾ ആ ടൈപ്പിലുള്ളൊരു ട്രെൻഡുള്ള സംഭവം പുള്ളി ഇനിയും ചെയ്യും. ഇനിയും ഈ ഒരു എന്താ പറയുക ജനറേഷന് പറ്റിയ സംഭവങ്ങൾ, ആ ഒരു എന്താ പറയുക, പുള്ളി അപ്ഡേറ്റഡ് ആണ് ഭയങ്കര നല്ല രീതിക്ക് പുള്ളി ഒരു സമയത്ത് ഡൗൺ ആയതാണ്, പിന്നെ പുള്ളി അപ്ഡേറ്റഡ് ആണ് നല്ല രീതിക്ക്. തഗ് ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു സംഭവം തോന്നിയിരുന്നു. ആ ട്രെയിലർ സംഭവം കണ്ടപ്പോൾ എനിക്കത് പുള്ളി അപ്ഡേറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. പുള്ളിയുടെ മൈൻഡും ആ ഒരു ഇതും അപ്ഡേറ്റഡ് ആണ്. ശങ്കറിന് സുജാത എന്ന് പറഞ്ഞൊരു റൈറ്റർ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. അത് സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരാളുടെ ഇതിൽ തന്നെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയാളിൽ ഭയങ്കര കംഫോർട്ടാണ്. എനിക്ക് ഇവനുണ്ട്, ഇനി വേറൊരാൾ വന്ന് നമ്മൾ എല്ലാവരുടെ ഒപ്പം വർക്ക് ചെയ്യണം, എല്ലാ ടെക്നീഷ്യൻസിനും ഒപ്പം നമ്മൾ വർക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്താ അപ്പോൾ ചെയ്യുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വേവ് ലെങ്ത്തും കൂടി കിട്ടും. സുജാതയുടെ വെക്കുമ്പോൾ എനിക്ക് സുജാത നിന്നാൽ ഹിറ്റാണ്, ഹിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹിറ്റ് ഇങ്ങനെ കിട്ടി അതില്ലാതെ വരുമ്പോൾ നമുക്ക് വേറൊരാൾ വന്നാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അന്നേരം തന്നെ ആളുകളെ മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹരി എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്. പുള്ളിയുടെ ക്യാമറമാൻ പ്രിയൻ എന്ന് പറഞ്ഞൊരു ക്യാമറമാനാണ്. പുള്ളി തുടങ്ങിയപ്പോൾ തൊട്ട് പ്രിയനെ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം പ്രിയൻ എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ ഉള്ളതുകൊണ്ട് ഭയങ്കര കൊമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റായിരുന്നു ഹരി എന്ന് പറഞ്ഞൊരു സംവിധായകൻ. പ്രിയൻ എന്ന് പറഞ്ഞ DOP ഇല്ലാതിരിക്കുമ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ചില ടെക്നീഷ്യൻസിന് അന്നേരം തന്നെ മാറ്റി പിടിച്ചിരുന്നെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് നാക്ക് കിട്ടും. പിന്നീട് വന്നൊരു ക്യാമറമാൻ അത് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ഇപ്പോൾ
അങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ ഈ അനിരുദ്ധിന് സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അനിരുദ്ധ് ഇപ്പോൾ AR റഹ്മാൻ ചെയ്യുന്ന പോലെ വൈബിനനുസരിച്ച് അനിരുദ്ധിന് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുള്ളി ചെയ്തു വെച്ചേക്കുന്ന സാധനം 90s വെച്ച സാധനം എപ്പോൾ എടുത്ത് ഇപ്പോൾ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് എടുത്തിട്ടാലും രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ സോങ് റീമിക്സ് ചെയ്ത് ഇട്ടിട്ടാണ് ഈ ഒരു സിനിമ പിടിച്ചേക്കണേന്ന് തോന്നുന്നത്. കാരണം പുള്ളിയുടെ പാട്ട് വരുമ്പോൾ കൊള്ളാം, എന്ത് നല്ല ടൂണ്, അങ്ങനെ ചിന്തിക്കും നമ്മൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. എനിക്ക് കൂടുതലായിട്ട് ഈ സിനിമയെ കുറിച്ച് എന്താ പറയുക, ഇന്ത്യൻ 3 വരട്ടെ. സംഭവം ചിലപ്പോൾ നല്ല പടമായിരിക്കും. എനിക്ക് തോന്നുന്നത് അത് ആദ്യം അങ്ങോട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. എന്തിനാണ് ഈ ഒരു കഥ പിടിച്ച് വെറുതെ സ്വന്തം പേര് നശിപ്പിക്കും. അതാണ് ശങ്കർ എന്ന് പറഞ്ഞൊരു അയാൾക്കൊരു പേരുണ്ട്, അത് നശിപ്പിച്ച് വഷളാക്കി വിടുകയല്ലാതെ വേറെ ഇത്. പിന്നെ ഇതില്ലേ കോമഡി പടം ആ ഒരു സംഭവം ചിരിക്കാം, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റും. നമ്മൾ പഞ്ചാബി ഹൗസ് കാണുന്ന പോലെ, പറക്കും തളി കാണുന്ന പോലെ അത്യാവശ്യം കോമഡി പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമ പോയി കാണാം. അവർ സീരിയസ് ആയിട്ട് ചെയ്തു വെച്ചതാണ്, നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ അതിന് മുമ്പ് ഫീൽ ചെയ്തൊരു പടമുണ്ട്, ബാന്ദ്ര. ഞാൻ ഇടക്കിടക്ക് പറയാം സിനിമ, അത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ OTT ഇറങ്ങിയിട്ടില്ല. ഞാൻ അതിൽ അഭിമാനിക്കും. കാരണം അത്ര എൻജോയ് ചെയ്ത് ഒരു പടം ഞാൻ കണ്ടില്ല. ഉദയകൃഷ്ണൻ ഇനിയും പടം ഇറക്കിയാൽ ഞാൻ പോയി കാണാം. കാരണം നമുക്ക് ചിരിക്കാനുള്ളതുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സിനിമ ഇന്ത്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് ആറാട്ട് എന്ന പോലെ, നമ്മുടെ മമ്മൂക്കക്ക് ക്രിസ്റ്റഫർ എന്ന പോലെ, മറ്റേ ദിലീപിന് ബാന്ദ്ര എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ കമലഹാസനോടൊരു പടം ഇന്ത്യൻ 2. അതാണ് സംഭവം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ കാണാൻ ഇഷ്ടമില്ലാത്തവർ OTT പോയി കാണുക. എന്തായാലും OTT നിങ്ങൾ കണ്ട് തേക്കില്ല. കാരണം തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ കണ്ട് തേക്കാതെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. OTT നമുക്ക് അവിടെ ഓഫ് ചെയ്ത് വിടാം. മറ്റേ നമ്മൾ പൈസ കൊടുത്തോണ്ട് നമ്മൾ ഇത് കാണും. കുത്തിന്ന് വേറെ നിവർത്തിയില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. ബൈ.